കാഞ്ഞിരപ്പള്ളി മാണി ഗ്രൂപ്പിലെ എൻ ജയരാജിൻ്റെ തട്ടകമായ കാഞ്ഞിരപ്പള്ളി ഇത്തവണ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരത്തിന് വേദിയാകുന്നു. മുൻ മുഖ്യമന്ത്രി മരിയ ഉമ്മനാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മരിയ ഉമ്മൻ്റെ പേരാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ AICC സെക്രട്ടറിയും മാനേജ്മെന്റ് വിദഗ്ധനുമായ അഡ്വക്കേറ്റ് മാത്യു ആന്റണിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തെളിയുന്നു. മരിയ ഉമ്മൻ്റെ പേരിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം. 4ാം വിജയം ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് എമ്മിലെ എൻ ജയരാജ് ഇറങ്ങുമ്പോൾ ജയരാജിനെ തടയാൻ മരിയ ഉമ്മനെ ഇറക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ BJP ഇവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കും. ഇതോടെ കാഞ്ഞിരപ്പള്ളിയിലെ മത്സരം പ്രവചനാതീതമായി മാറും. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മരിയ ഉമ്മന് മണ്ഡലത്തിൽ വലിയ പിന്തുണ ലഭിക്കുമെന്ന് അവരുടെ അനുയായികൾ കണക്കുകൂട്ടുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ BJP സ്ഥാനാർത്ഥിയാകുന്നതോടെ കാഞ്ഞിരപ്പള്ളി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറും. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജ് ഇത്തവണ യഥാർത്ഥ മത്സരം എന്തെന്ന് അറിയാൻ പോവുകയാണ്. മുമ്പൊക്കെ ദുർബലരായ സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ എൻ ജയരാജിന് ലഭിച്ചിരുന്നത്. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ മകളെ തന്നെ കിട്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മണ്ഡലത്തിൽ വലിയൊരു പരിഗണന മരിയ ഉമ്മന് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ എൻ ജയരാജ് ഇപ്പോൾ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം ജനങ്ങളുമായി സംവേദിക്കുകയാണ് ഇപ്പോൾ. ജയരാജ് ശക്തനായ മാണി ഗ്രൂപ്പിൻ്റെ ശക്തനായ നേതാവാണ്. 4ാം വിജയം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നതും ശ്രദ്ധേയം. 3 പ്രാവശ്യമാണ് തുടർച്ചയായി അദ്ദേഹം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. 4ാം വിജയത്തെ തടയാൻ മരിയ ഉമ്മനും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും എത്തുന്നതോടെ കാഞ്ഞിരപ്പള്ളിയിൽ കടുത്ത പോര് ഉറപ്പായി. കാഞ്ഞിരപ്പള്ളി സീറ്റിനായി പല കോൺഗ്രസ് നേതാക്കളും നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മരിയ ഉമ്മൻ്റെ പേരിനാണ് KPCC മുൻതൂക്കം നൽകിയത്. അതിനിടയിലാണ് കേന്ദ്ര നേതൃത്വം AICC സെക്രട്ടറിയും മാനേജ്മെന്റ് വിദഗ്ധനുമായ അഡ്വക്കേറ്റ് മാത്യു ആന്റണിയെ മത്സരിപ്പിക്കാൻ തീരുമാനം എടുത്തതായി സൂചന വന്നത്. എന്നാൽ KPCC കൃത്യമായി മരിയ ഉമ്മൻ്റെ പേര് തന്നെ പറഞ്ഞു. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിലനിൽപ്പ് അസാധ്യമാണെന്ന് അവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. എന്തായാലും മത്സരം കടുക്കും എന്നുള്ളത് ഉറപ്പായി. കടുത്ത മത്സരത്തിന് തന്നെ കാഞ്ഞിരപ്പള്ളി വേദിയാകുന്നു. എൻ ജയരാജ് MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സുപരിചിതനാണ്. 3 തവണയാണ് അദ്ദേഹം തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ചത്. മരിയ ഉമ്മന് ഉമ്മൻചാണ്ടിയുടെ മകളെന്ന പരിഗണനയുണ്ട്. മരിയ ഉമ്മനും ചാണ്ടി ഉമ്മനും മത്സരിക്കുന്നതിലൂടെ ഉമ്മൻചാണ്ടി തരംഗം വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു കോൺഗ്രസ്. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ വികാരമാണ്. ആ തരംഗം വീണ്ടും നിലനിർത്താൻ മരിയ ഉമ്മനിലൂടെ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. മരിയ ഉമ്മൻ മത്സരത്തിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മത്സരത്തിന് അവർ ഒരുങ്ങിക്കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെ സാമുദായിക നേതാക്കളെ അവർ കാണുകയാണ് ഇപ്പോൾ. മറുവശത്ത് BJP ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ക്രൈസ്തവ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ കഴിയും എന്ന് BJP കണക്കുകൂട്ടുന്നു. ജോർജ് കുര്യൻ ശക്തനാണ്. ജോർജ് കുര്യന് ക്രൈസ്തവ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ജോർജ് കുര്യനിലൂടെ കാഞ്ഞിരപ്പള്ളി പിടിച്ചെടുക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. ചുരുക്കത്തിൽ 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. ഡോക്ടർ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളിയുടെ ഭാഗമാണ്. മരിയ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകളാണ്. മരിയ ഉമ്മനോട് ഒരു സഹതാപ തരംഗം കാഞ്ഞിരപ്പള്ളിയിൽ നിലനിൽക്കുന്നുണ്ട്.
ക്രൈസ്തവ വോട്ടുകളാണ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രത്യേകത. ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ഗ്ലാമറുള്ള വ്യക്തിയാണ്. ചുരുക്കത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരം തീപാറും കടുത്ത പോര് തന്നെ നടക്കും.